നിങ്ങൾക്ക് ഏകദേശം ഒരു 10 വയസ്സുള്ള സമയത്തായിരിക്കും നിങ്ങൾ ഈ ഒരു വാക്ക് ആദ്യമായിട്ട് കേട്ടിട്ടുണ്ടാവാം. ഗവൺമെൻറ് ജോബ് അല്ലെങ്കിൽ സർക്കാർ ജോലി എന്നുള്ളത്. ഈ ഒരു വാക്കിൻ്റെ കൂടെ തന്നെ നിങ്ങൾ കേട്ടൊരു മറ്റൊരു വാക്കായിരിക്കും സേഫ് എന്നുള്ളത്. കാരണം സർക്കാർ ജോലി അല്ലെങ്കിൽ ഗവൺമെൻറ് ജോബ് എന്ന് പറയുമ്പോൾ പ്രൈവറ്റ് സെക്ടറിനെ കമ്പയർ ചെയ്യുമ്പം എല്ലാവരുടെ മനസ്സിലും സേഫ് ആണ് എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് വരുന്നത്. അതിപ്പോൾ നിങ്ങൾ കേട്ടിട്ടുള്ളത് ചിലപ്പോൾ നിങ്ങളെ പാരൻസിന് എടുത്തുനിന്നാവാം, ചിലപ്പോൾ നിങ്ങളെ റിലേറ്റീവ്സിന് എടുത്തുനിന്നാവാം, ചിലപ്പോൾ നമ്മളൊരു കുടുംബത്തിലൊരു പരിപാടിക്ക് പോകുമ്പോൾ അവിടെ എല്ലാവരും കൂടി ഇരുന്നിങ്ങനെ പറഞ്ഞായിരിക്കും അവനക്ക് ഗവൺമെൻറ് ജോബ് കിട്ടില്ല, അവന് സെക്യൂർഡ് ആയില്ലേ, സേഫ് ആയില്ലേ എന്നൊക്കെ നമ്മളിങ്ങനെ ചെറുപ്പം മുതൽ കേൾക്കുന്ന ഒരു സംഭവമാണ്. ഇതിന് ഏറ്റവും വലിയൊരു ബ്യൂട്ടി എന്ന് പറയുന്നത് ഈ ഒരു വാക്ക് പറഞ്ഞ സമയത്ത്, അതായത് സർക്കാർ ജോലി സേഫ് ആണെന്ന് പറഞ്ഞ സമയത്ത് ഈ ഒരു സംഭവത്തിനെ ചുറ്റിപ്പറ്റി ആർഗ്യുമെൻറ്റ്സ് അങ്ങനെ നടക്കാറില്ല. നമ്മൾ വേറെ എന്തൊരു സാധനം എടുത്തൊരു സ്ഥലത്ത് കൊണ്ടിട്ടാലും എന്തൊരു അഭിപ്രായം പറഞ്ഞാലും അതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് ആർഗ്യുമെൻറ്റ്സ് വരാറുണ്ട്. ബട്ട് നമ്മളെ ഭൂമിയിലെ ഗ്രാവിറ്റി എന്നൊക്കെ പറയുന്ന മാതിരി ഇവിടെ സർക്കാർ ജോലി സേഫാന്ന് പറയുമ്പം അതിനെ ചുറ്റിപ്പറ്റി വലിയ ആർഗ്യുമെൻറ്റ്സ് നമ്മളങ്ങനെ കണ്ടുവരാറില്ല. മേ ബി ഇതിനെക്കൊണ്ടായിരിക്കും കേരളത്തിലെ ഒരു ഭൂരിപക്ഷം വരുന്ന യങ്സ്റ്റേഴ്സും ഒരേ കാര്യം ചെയ്യുന്നത്. അവർ റാങ്ക് ഫയൽ എടുക്കുന്നത്, അടുത്ത PSC എക്സാമിന് ട്രൈ ചെയ്യുന്നത്, കാത്തിരിക്കുന്നത്, 1 വർഷം കാത്തിരിക്കുന്നത്, 2 വർഷം, അത് 5 വർഷമാവുന്നത്, ചിലപ്പോൾ അവരെ ഏജ് ലിമിറ്റ് ഹിറ്റ് ചെയ്യുന്നത് വരെ വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പോലീസ് കോൺസ്റ്റബിൾ പോസ്റ്റിലേക്കോ അല്ലെങ്കിൽ ഒരു ക്ലറിക്കൽ പോസ്റ്റിലേക്ക് വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന്, ഓൾമോസ്റ്റ് 10 ലക്ഷത്തോളം ആൾക്കാരാണ് കേരളത്തിൽ മാത്രം എക്സാംസ് എഴുതുന്നത്. അത് ഇവിടുത്തെ ഒഴിവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആകെ വരുന്നത് കുറച്ച് ആയിരങ്ങൾ മാത്രമേ വരുന്നുള്ളൂ. സോ ഇവിടുത്തെ ഏറ്റവും വലിയ റിയാലിറ്റി എന്ന് പറയുന്നത് 10 ലക്ഷം ആളുകൾ, ഫ്യൂ തൗസൻഡ് സീറ്റ്സ് അല്ലെങ്കിൽ ഫ്യൂ തൗസൻഡ് ഒഴിവുകൾ മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. സോ ഇവിടെയാണ് കംപ്ലീറ്റ്ലി ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരിക്കലും സർക്കാർ ജോലി നല്ലതാണോ എന്നുള്ളതല്ല ഞാനിവിടെ പറയാൻ പോകുന്നത്. ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, ഇത്രയും വലിയ കഴിവുകളുള്ള, ഒരുപാട് ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ഇവിടെ ഉള്ള ഈ ഒരു സംസ്ഥാനത്തിൽ എന്തുകൊണ്ടാണ് ഭൂരിപക്ഷം ആളുകളും PSC എക്സാമിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യാനുള്ള കാരണം. ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ സർക്കാർ ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്ന ഗവൺമെൻറ് ജോബ് ആസ്പിറൻസിനെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് പറയുന്നത് അവർ ചുറ്റുമുള്ള ആൾക്കാരെ കുറ്റപ്പെടുത്തലാണ്. കാരണം പല ആൾക്കാരും പറഞ്ഞൊരു സംഭവമാണ്, നീ എന്താണ് ഭയങ്കര പേടിയുള്ള ആളാണ്, റിയൽ വേൾഡിലേക്ക് ഇറങ്ങാൻ പേടിയാണ്, സേഫ്റ്റിയാണ് വേണ്ടിയത്, ഇങ്ങനെ പല കാര്യങ്ങളും കേട്ട് വരാറുണ്ട്. ബട്ട് അതൊരിക്കലും നമ്മളങ്ങനെ പറയാൻ പാടില്ല. കാരണം അവരെ ചുറ്റുപാട്, അവർ ജീവിക്കുന്ന സിറ്റുവേഷൻസ് ഇത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിരിക്കും. കേരളത്തിലൊരു ഭൂരിപക്ഷം ആൾക്കാർ അല്ലെങ്കിൽ ഒരു ഭൂരിപക്ഷം യങ്സ്റ്റേഴ്സിന് എടുത്താലും അവരെങ്ങനെങ്കിലും ഒന്ന് അവരെ ആ ഒരു ഫാമിലീനെ ഒന്ന് നല്ലൊരു ലൈഫ് സ്റ്റൈലിലേക്ക് എത്തിക്കണം എന്ന് ആഗ്രഹിക്കണം. അപ്പോൾ അവർക്ക് ഏറ്റവും ബെസ്റ്റ് വേ എന്ന് പറയുന്നത് ഒരു ഗവൺമെൻറ് ജോബായിരിക്കും. കാരണം വേറൊന്നുമല്ല, നമ്മളെ ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് കേരളത്തിലെ പ്രൈവറ്റ് സെക്ടർ എന്നത് അത്ര സ്ട്രോങ് ഒന്നുമല്ല. കാരണം ഇവിടുത്തെ സാലറീസ് ആയിക്കോട്ടെ ബാക്കി സ്റ്റേറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്. ഇവിടുത്തെ ടൈമിംഗ് ഒരിക്കലും സ്ട്രക്ചേർഡ് അല്ല. പല സ്ഥാപനങ്ങളും ഇപ്പോഴും ഓവർ ടൈമും പ്രോപ്പർ ടൈമിംഗ് ഇല്ലാണ്ടാണ് പോകുന്നത്. ഇവിടുത്തെ ജോബ് സേഫ്റ്റി അല്ലെങ്കിൽ സെക്യൂരിറ്റി നമുക്ക് ഒരിക്കലും ഒരു 100% ഉറപ്പെന്ന് പറയാൻ പറ്റില്ല. പല സമയങ്ങളിലും പല പ്രൈവറ്റ് സെക്ടറിലെ ആൾക്കാർ ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രോബ്ലമാണ് റെസ്പെക്റ്റ്. എല്ലാ ആൾക്കാർക്കും വേണ്ടി റെസ്പെക്റ്റാണ്. അത് കിട്ടാത്ത പല സിറ്റുവേഷനും നമ്മൾ കാണാറുണ്ട്. ബട്ട് അപ്പുറത്തെ സൈഡ് നോക്കുന്ന സമയത്ത് ഒരു ഗവൺമെൻറ് ജോബാണെന്നുണ്ടെങ്കിൽ സ്ഥിര വരുമാനമുണ്ട്, സെക്യൂരിറ്റി ഉണ്ട്, പെൻഷൻ ഉണ്ട്. അതൊന്നുമല്ല, ഒരു ഗവൺമെൻറ് ജോബ് കിട്ടിക്കഴിഞ്ഞാൽ അവൻ്റെ പാരൻസ് ഒരു പരിപാടിക്ക് പോകുന്ന സമയത്ത് എൻ്റെ മോന് ഗവൺമെൻറ് ജോബാണ് അല്ലെങ്കിൽ എൻ്റെ മോക്ക് ഗവൺമെൻറ് ജോബാണെന്ന് പറയുന്ന സമയത്ത് കിട്ടുന്ന ഒരു വാല്യൂ അല്ലെങ്കിൽ ഒരു പ്രൗഡ് ഫീൽ ഉണ്ട്. ഇതൊന്നും നമുക്ക് പല ആൾക്കാർക്കും പ്രൈവറ്റ് സെക്ടറിൽ നിന്ന് കിട്ടുന്നില്ല. ഇതിനെക്കൊണ്ട് തന്നെയാണ് ഇന്നും ഭൂരിപക്ഷം വരുന്ന ആൾക്കാരും ഈ ഒരു PSC അല്ലെങ്കിൽ ഗവൺമെൻറ് ജോബിന് വേണ്ടിയിട്ട് ഇപ്പോഴും കുറച്ച് ആയിരക്കണക്കിന് സീറ്റ്സ് ഉള്ളൂന്നുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ ട്രൈ ചെയ്യാനുള്ള റീസൺ. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യത്തിൽ നമുക്കൊന്ന് ഡീപ്പായിട്ട് നോക്കാം. ഓക്കെ, സോ എന്തുകൊണ്ടായിരിക്കും ഗവൺമെൻറ് ജോബിന് ഇത്രത്തോളം പവർ വരാനുള്ള കാരണം ആലോചിച്ചിട്ടുണ്ടോ? മെയിൻലി 3 കാര്യങ്ങളാണ്. അതിൽ ഒന്നാമത്തെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞ സെക്യൂരിറ്റിയാണ്. അതായത് ഇന്ന് നമ്മളെ വേൾഡ് എന്ന് പറയുന്നത് അത്രയ്ക്ക് അൺസ്റ്റേബിളാണ്. പുതിയ ജോലികൾ വരുന്നത്, പുതിയ ടെക്നോളജി വരുന്നത്, എന്തൊരു സാധനം പുതിയ വരുമ്പോഴത്തേക്കും പല ആൾക്കാരും ജോലി നഷ്ടപ്പെടുകയും ചെയ്യുന്നത്. ഇപ്പോൾ ഏറ്റവും റീസെൻ്റായിട്ട് നമ്മൾ പറയുന്നത് AI വരുന്നത് പല ആൾക്കാരും ജോലി പോകുന്നത്. സോ ഒരു അൺസർട്ടനിറ്റി അല്ലെങ്കിൽ ഒരു സ്റ്റേബിൾ അല്ലാത്ത സിറ്റുവേഷൻ ഇവിടെ പല സ്ഥലത്തും വരുന്നുണ്ട്. ബട്ട് ആ സമയത്തും ഒരു ഗവൺമെൻറ് ജോബിലുള്ള ആൾക്ക് അവൻ്റെ ജോലി എന്നും സെക്യൂർഡ് ആയിരിക്കും. രണ്ടാമത്താണ് സ്റ്റാറ്റസ്. നമ്മൾ ഓൾറെഡി ഇത് സംസാരിച്ച കാര്യമാണ്. അതായത് നമ്മളിപ്പോൾ ജീവിക്കുന്നത് നമ്മളെ ഫാമിലി, നമ്മൾ എന്ന് പറഞ്ഞാൽ മാത്രം ഒതുങ്ങിക്കൂടിയ ലൈഫിലല്ല. ഭൂരിപക്ഷം ആൾക്കാരും ഈ ഒരു സൊസൈറ്റിൻ്റെ അകത്താണ് ജീവിക്കുന്നത്. സോ അതിനെക്കൊണ്ട് തന്നെ സൊസൈറ്റിയിൽ ഒരു വാല്യൂ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്, ഡയറക്റ്റ്ലി ഒരു ഇൻഡയറക്റ്റ് നമ്മൾ പല ആൾക്കാരും. അതിനെക്കൊണ്ട് തന്നെ ഒരു ഗവൺമെൻറ് ജോബ് എന്ന് പറയുമ്പം നമ്മളൊരു ഫംഗ്ഷനിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരു കല്യാണത്തിന് നമ്മൾ പോകുന്ന സമയത്ത് അവിടെ നിന്ന് ഒരാൾ ചോദിക്കുന്നത് എന്താ ചെയ്യുന്നത്, ഞാൻ ഗവൺമെൻറ് ജോബാണ്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന ഒരു റെസ്പെക്റ്റ് ഉണ്ട്. ഈ റെസ്പെക്റ്റ് അല്ല ഞാൻ ഒരു കമ്പനിയിൽ ഇവിടെ വർക്ക് ചെയ്യാണ്, അവിടുത്തേതായിട്ട് വർക്ക് ചെയ്യാണ്, അത് പറയുമ്പോൾ കിട്ടുന്നത്. ബോത്ത് ആർ ഡിഫറെൻറ്റ്. ഈ ഒരു സ്റ്റാറ്റസിന് ഇവിടെ ശരിക്കും വലിയൊരു വാല്യൂ വരുന്നുണ്ട്. ആൻഡ് മൂന്നാമത്തെന്ന് പറയുന്നത്
നമ്മളൊരു PSC എക്സാമിന് വേണ്ടി ട്രൈ ചെയ്ത് ലക്ഷക്കണക്കിന് ആൾക്കാർ എഴുതി ലാസ്റ്റ് ആ ആയിരക്കണക്കിന് ആൾക്കാരെ ഷോർട്ട് ലിസ്റ്റിൽ നിങ്ങൾ വന്ന് നിങ്ങളൊരു ജോബിന് കയറി ഒരു ഗവൺമെൻറ് ജോബിന് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഫീലുണ്ട്. അതായത് നേരത്തെ ട്രൈ ചെയ്ത് ഇവിടെ ഞാൻ എത്തി, ഇനി എനിക്ക് ഒന്നും ഇതിൻ്റെ മുകളിലോട്ട് പോകാനില്ല എന്ന് കിട്ടുന്നൊരു ഫീലുണ്ട് നമ്മുടെ ഉള്ളിൽ, അല്ലെങ്കിൽ അത് ട്രൈ ചെയ്യുന്ന ആൾക്കാരുടെ ഉള്ളിൽ. സോ ഇത് മൂന്നും ഒരേപോലെ കിട്ടുക എന്ന് പറയുന്നത് പ്രൈവറ്റ് സെക്ടറിൽ പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. ഇനി നമുക്ക് ഈ ഗവൺമെൻറ് ജോബിൻ്റെ മറ്റേ സൈഡ് നോക്കാം. ഒരു കോയിനാകുമ്പോൾ രണ്ട് സൈഡ് ഉണ്ടാവല്ലോ. സോ നമ്മൾ ഇത്രയും നേരം ഇതിൻ്റെ അഡ്വാൻറ്റേജ് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ബട്ട് ഇതിൻ്റെ അതർ സൈഡ് ഓഫ് ദി കോയിൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തൊരു കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിലും അതിന് നമ്മളൊരു കോസ്റ്റ് കൊടുക്കണം. അതേപോലെ തന്നെ ഇവിടെ നമ്മളൊരു ഗവൺമെൻറ് ജോബ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും അവിടെ നമ്മൾ എന്തിൻ്റെ ആവശ്യമുണ്ട്, ഒരു കോസ്റ്റ് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഇവിടുത്തെ കോസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ വർഷങ്ങളോളം ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടാണ്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും വർഷം നിങ്ങൾ കൊടുത്ത നിങ്ങളെ ടൈമാണ് നിങ്ങളെ കോസ്റ്റ് എന്ന് പറയുന്നത്. കാരണം 10 ലക്ഷം ആൾക്കാർ എക്സാം എഴുതുന്നുണ്ടെങ്കിൽ ഇതിലാകെ 2000-3000 ആൾക്കാർക്കാണ് സീറ്റുകൾ കിട്ടുന്നത്. അതിന് മീനിങ് എന്താ? 10 ലക്ഷം ആൾക്കാരിൽ ജോലി കിട്ടാത്ത ലക്ഷക്കണക്കിന് ആൾക്കാർ ഇവിടെ ഉണ്ട്. അതും ഒരുപാട് വർഷങ്ങൾ സ്പെൻഡ് ചെയ്ത് ട്രൈ ചെയ്ത് കിട്ടാത്ത ആൾക്കാർ. ഞാൻ ഈ പറഞ്ഞ ട്രൈ ചെയ്തിട്ടും ഇതിനു വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടും കിട്ടാത്ത ആൾക്കാരിൽ പെട്ട ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഒരു റിയാലിറ്റി ഞാൻ പറഞ്ഞുതരാം. നിങ്ങളെ ഫാമിലി ആയിക്കോട്ടെ, നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിക്കോട്ടെ, ഇവരൊക്കെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. ബട്ട് അവർക്കത് പറയാൻ പറ്റാത്തത്, അത് കേൾക്കുന്ന സമയത്ത് നിങ്ങൾ പല ആൾക്കാർക്ക് അത് ഉള്ളിൽ വിഷമം ഉണ്ടാക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ അവർക്ക് ആ വിഷമം ഉണ്ടാക്കുന്ന ഒരാളായിട്ട് അവർ മാറരുതെന്നൊരു ആഗ്രഹമാണ്. അതിനെക്കൊണ്ടാണ് ഇപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളെ ഫാമിലി ആയിക്കോട്ടെ, നിങ്ങളെ ചുറ്റുള്ള ആൾക്കാരായിക്കോട്ടെ നിങ്ങളത് പറയാത്തത്. നിങ്ങളൊരു ഗവൺമെൻറ് ജോബിന് വേണ്ടിയിട്ട് നിങ്ങൾ വർഷങ്ങളോളം ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ നഷ്ടമാവുന്ന ഓരോ വർഷം അത് ഫ്രീ അല്ല. നിങ്ങളെ മനസ്സിൽ എന്താണ് വരിക? നിങ്ങളൊരു ഗോളിന് വേണ്ടിയിട്ട് വർഷങ്ങളോളം ട്രൈ ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഒരുപാട് എഫേർട്ട് ഇടുന്നുണ്ട് ഓരോ വർഷത്തിന് വേണ്ടിയിട്ടൊക്കെയാണ് നിങ്ങളെ മനസ്സിലുണ്ടാവുക. ബട്ട് ഇവിടെ ആക്ച്വലി നടക്കുന്നത് എന്താ? നിങ്ങൾ 22 വയസ്സിൽ ട്രൈ ചെയ്യാൻ തുടങ്ങി ഒരു 28 വയസ്സായിട്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് 6 വർഷം പോകുന്ന സമയത്ത് ഒരു പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇവന് ഈ ഒരു 6 വർഷം കൊണ്ട് ഒരു സ്കില്ല് ഉണ്ടാക്കിയെടുക്കും, എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കും, ട്രാക്ക് റെക്കോർഡ് ഉണ്ടാക്കിയെടുക്കും, പ്രൊമോഷൻസ് കിട്ടും, നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യും. ഇതൊക്കെ ഇവിടെ ബിൽഡ് ചെയ്ത് വരാണ്. അതായത് നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള നിങ്ങളെ 20s നിങ്ങൾ ലക്ഷക്കണക്കിന് ആൾക്കാരിൽ ആയിരക്കണക്കിന് ആൾക്കാർക്ക് മാത്രം കിട്ടുന്ന പ്രോബബിലിറ്റി വളരെ കുറവുള്ളൊരു സാധനത്തിന് ട്രൈ ചെയ്യുന്ന സമയത്ത് ഇവരിവിടെ റിയൽ വേൾഡിൽ വേണ്ടി സാധനങ്ങൾ ഉണ്ടാക്കിയെടുക്കുക ചെയ്യുന്നത്. ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ PSC എക്സാം എഴുതാനുള്ള ജനറൽ കാറ്റഗറീൻ്റെ ഏജ് ലിമിറ്റ് 36 40 ആക്കിയിട്ടുണ്ട്. സോ പല ആൾക്കാർക്ക് അത് കേൾക്കുമ്പോൾ റിലീഫ് ആണെന്നുണ്ടെങ്കിലും ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ ഏജ് ലിമിറ്റ് കൂട്ടുമ്പം ഇനിയും വർഷങ്ങൾ അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാർ നമ്മൾ കാണുന്നുണ്ട്. സോ 20s മാത്രമല്ല 30s നിങ്ങളത് അവിടെ വേസ്റ്റ് ആയി പോവാണ്. ഇതിനേക്കാൾ പെയിൻഫുൾ ആയിട്ടുള്ളൊരു കാര്യം പറഞ്ഞുതരാം. എന്തായാലും ഇതിനെ പറ്റി സംസാരിക്കണം. അതായത് നിങ്ങൾ ഒരുപാട് വർഷം നിങ്ങളെ 20s സ്പെൻഡ് ചെയ്ത് നിങ്ങൾ ഒരുപാട് വർഷം ട്രൈ ചെയ്ത് കുറേ കാര്യങ്ങൾ മാറ്റി വെച്ച് നിങ്ങളെ എക്സാംസ് ക്ലിയർ ചെയ്ത് റാങ്ക് ലിസ്റ്റിൽ വന്ന് ഇപ്പം നിങ്ങൾ കാണുന്നത് എന്താ? സെക്രട്ടേറിയറ്റിന് മുന്നിൽ പോയിട്ട് സമരം ചെയ്യുന്നു, തല മൊട്ടടിച്ച് സമരം ചെയ്യുന്നു, ആ റോട്ടിൽ കിടന്ന് ഉരുളാണ്, സമരം, പ്രൊട്ടസ്റ്റ്, നമ്മൾ ഒരുപാട് സാധനങ്ങൾ കാണുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ ഒരുപാട് വർഷം ട്രൈ ചെയ്ത് ലക്ഷക്കണക്കിന് ആൾക്കാരായിട്ട് നിങ്ങൾ എക്സാംസിൽ ഫൈറ്റ് ചെയ്ത് നിങ്ങൾ മുന്നിൽ വന്ന് എന്നിട്ടും അപ്പോയിൻമെൻറ്റ്സ് ലേറ്റ് ആവുക, അല്ലെങ്കിൽ പല സിറ്റുവേഷൻസിനെ കൊണ്ട് നിങ്ങളെ റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആയി പോകുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന വേറൊരു വലിയ ആരോപണമാണ്, അതായത് നിങ്ങൾ PSC എക്സാംസിന് വേണ്ടി ഇത്രയും ട്രൈ ചെയ്തൊക്കെ ചെയ്ത് നിങ്ങളിങ്ങനെ ഫ്രണ്ട് ഡോറിൽ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ബാക്ക് ഡോറിലൂടെ പല ആൾക്കാരും കയറി പോകുന്നത് കാണുന്നുണ്ട്. സോ ഇത് നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ അടുത്തുള്ള ആൾക്കാർക്ക് സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉണ്ടാക്കുന്ന ഒരു പെയിൻ, അല്ലെങ്കിൽ അതുണ്ടാക്കുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. ഞാനതൊരു പൊളിറ്റിക്കൽ ഡിസ്കഷനിലേക്ക് കൊണ്ടുപോകാൻ എന്തായാലും ആഗ്രഹിക്കുന്നില്ല. കാരണം ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഒരു പാർട്ടിയേക്കാൾ വലുതാണ്. എൻ്റെ പോയിന്റ് ഇതാണ്: ഒരു സമൂഹത്തിലെ ഏറ്റവും ട്രസ്റ്റഡ് ആയിട്ടുള്ള പാത്ത് ഇത്രയും ക്രൗഡഡും ഇത്രയും സ്ലോയും ആകുന്ന സമയത്ത് ഈ ഒരു പാത്തിൻ്റെ റിലയബിലിറ്റി അല്ലെങ്കിൽ ട്രസ്റ്റ് നല്ല രീതിയിൽ കുറയുന്നുണ്ട്. ഇത് റിലയബിൾ പാത്ത് അല്ലാതാകുക ചെയ്യുന്നത്. ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലോട്ടറി എന്നുള്ള ലെവലിലേക്കായി മാറുന്നുണ്ട് പല സാഹചര്യങ്ങളിലും പലതും കാണുന്ന സമയത്ത്. ബട്ട് നിങ്ങൾ ലോട്ടറിക്ക് പൈസ കൊടുക്കുന്ന സമയത്ത് ഇവിടെ നിങ്ങൾ കൊടുക്കുന്നത് നിങ്ങളെ വർഷങ്ങളാണ്. അപ്പോൾ ഇവിടുത്തെ ആക്ച്വൽ ട്രാപ്പ് എന്താണ്? അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് ജോബ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ഡോറാണ്, അത് നല്ലൊരു ഡോറുമാണ്. ബട്ട് നമ്മളെ കൾച്ചർ നമ്മളെ പഠിപ്പിക്കുന്നത് ഒരേ ഒരു നല്ല ഡോറ് അത് ഗവൺമെൻറ് ജോബ് ആണെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഒരു ജനറേഷൻ മുഴുവനും ഇതാണ് ബെസ്റ്റ് ഡോർ, ഇതാണ് ബെസ്റ്റ് വഴി എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് ആ ഡോറിലൂടെ കടന്നു പോകാൻ ഒരുപാട് ആൾക്കാർ വരും. ഒരുപാട് ആൾക്കാർ വരുമ്പം അവിടുത്തെ ക്യൂ നല്ല രീതിയിൽ നീണ്ടുപോകും. സോ ക്യൂ നീണ്ടു പോകുന്ന സമയത്ത് ബാക്കിലുള്ള നിങ്ങൾ ക്യൂ കടന്ന് ആ ഡോറിന് മുന്നിലെത്തുമ്പോഴത്തേക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ഏജ് ലിമിറ്റ് ആയിട്ടുണ്ടാവും. ഇത് വേറെ സ്ഥലങ്ങളിൽ നമ്മൾ അനുഭവിക്കാറുണ്ട്. നമ്മൾ എന്തെങ്കിലും സാധനം കിട്ടാൻ വേണ്ടി ഇങ്ങനെ കുറേ നേരം വരി നിന്നിട്ട് അതിൻ്റെ മുന്നിലെത്തുന്ന സമയത്ത് അത് തീർന്നു പോയിട്ടോ എന്ന് പറയുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു ഫീല്
അവിടെ ഉണ്ടാകുന്ന ഒരു സങ്കടം, അവിടെ ഉണ്ടാകുന്ന ഒരു പെയിന്, ഇതാണ് ഇവിടുത്തെ ട്രാപ്പ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇതേ സമയം ഇത്ര ക്യൂ ഇല്ലാത്ത, എന്നാൽ കുറച്ചൊരു അൺസർട്ടനിറ്റി ഉള്ള, അല്ലെങ്കിൽ കുറച്ചൊരു റിസ്കി ആയിട്ടുള്ള മറ്റ് പല ഡോറുകളും നമ്മളെ മുന്നിലുണ്ടായിരുന്നു. നമ്മൾ ഈ ഒരു ജനറേഷൻ അല്ലെങ്കിൽ നമ്മളെ കൾച്ചർ നമ്മളെ പഠിപ്പിച്ചൊരു ഒറ്റ റീസൺ, ഇതാണ് ബെസ്റ്റ് ഡോർ എന്ന് പറഞ്ഞൊരു ഒറ്റ റീസൺ കാരണം നമ്മൾ ഈ കണ്ട മറ്റ് ഡോറുകളൊന്നും കണ്ടില്ല, നമ്മൾ ആരും കണ്ണു തുറന്ന് നോക്കിയില്ല. നമുക്കൊരിക്കലും നമ്മളെ പാരൻസിനെ അല്ലെങ്കിൽ നമ്മളെ ഉപദേശിക്കുന്ന ആൾക്കാരെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം അവർ ജനിച്ച് വളർന്ന സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ വർഷങ്ങളിൽ ഏറ്റവും ബെസ്റ്റ് ചോയ്സ് എന്ന് പറയുന്ന സമയത്ത് അവരുടെ മുന്നിൽ 2 ഓപ്ഷൻസ് ഉള്ളൂ, ഒന്നെങ്കിൽ ഗവൺമെൻറ് ജോബ് അല്ലെങ്കിൽ ഗൾഫ്. അങ്ങനെ ജീവിച്ചു വന്ന ആൾക്കാർക്ക് അത് റിയലാണ്. ബട്ട് അതല്ല ഇപ്പം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ശരിക്കും ഞാൻ കെയർഫുള്ളാണ്. കാരണം ഞാൻ ഒരിക്കലും ഗവൺമെൻറ് ജോബ് നിങ്ങൾ കംപ്ലീറ്റ്ലി ഒഴിവാക്കണം എന്നുള്ള സ്റ്റേറ്റ്മെൻ്റ് അല്ല ഇവിടെ തരുന്നത്. ചില ആൾക്കാർക്ക് അത് ബെസ്റ്റ് ആയിരിക്കും, ഗവൺമെൻറ് ജോബ് എന്ന് പറയുന്നത് അത് റൈറ്റ് പാത്തായിരിക്കും. ബട്ട് ഇതൊരു ക്ലിയർ ഹെഡായിട്ട് വേണം നിങ്ങളെപ്പോഴും കാണാൻ വേണ്ടിയിട്ട്. അതായത് 3 കാര്യങ്ങൾ നിങ്ങൾ മെയിൻലി ശ്രദ്ധിക്കുക. ഇത് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗവൺമെൻറ് ജോബിന് വേണ്ടി ട്രൈ ചെയ്യുന്നതിൽ പ്രശ്നമില്ല. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു ടൈം ലിമിറ്റ് വെക്കുക. അതായത് ഒരു വർഷം നിങ്ങൾ എക്സാം എഴുതി ഇത് കിട്ടിയില്ല, ഒന്നും കൂടി നോക്കാം. നിങ്ങൾ ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യമില്ല. ഒരു കറക്റ്റ് ടൈം ലിമിറ്റ് വെക്കാം. ഞാൻ ഇത്ര വർഷം ഈ ഒരു ജോബിന് വേണ്ടി സ്പെൻഡ് ചെയ്യും, ഞാൻ എൻ്റെ ഒരു 3 വർഷം അല്ലെങ്കിൽ 2 വർഷത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യും. ആ 2 വർഷം ഞാൻ എൻ്റെ കംപ്ലീറ്റ് ഡിസ്ട്രാക്ഷൻസും മാറ്റി വെച്ച്, എൻ്റെ എല്ലാ സാധനങ്ങളും മാറ്റി വെച്ച് ഫുള്ളി ഞാനിതിനു വേണ്ടി കൊടുക്കും. അങ്ങനെ നിങ്ങൾ ട്രൈ ചെയ്യും. എന്നിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ അത് ക്വിറ്റ് ചെയ്യും. ഈ ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കണം നിങ്ങൾക്ക് ആദ്യം ഉണ്ടാവേണ്ടത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വെറുതെ കാത്തിരിക്കരുത്. അതായത് നിങ്ങൾ എക്സാംസിന് ട്രൈ ചെയ്യുന്ന സമയത്ത് അപ്പുറത്തൊരു സ്കില്ലും കൂടി പഠിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക, പ്ലസ് ഒരു ജോബും കൂടി ചെയ്യുക. സോ ഇത് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും നിങ്ങൾക്ക് ഗവൺമെൻറ് ജോബ് കിട്ടില്ല എന്നുള്ളൊരു മൈൻഡ് ഉള്ളിൽ ഉണ്ടായതിനെ കൊണ്ടാണ് ഞാനിത് പഠിക്കുന്നത്, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെ വർഷങ്ങൾ ഒരൊറ്റ ഒന്നിനു വേണ്ടി മാത്രം സ്പെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ഒറ്റ ഒന്നിനു വേണ്ടി മാത്രം ബെറ്റ് ചെയ്യല്ല ചെയ്യേണ്ടത്. നിങ്ങൾ അതിനു വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്, അത് കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു ബി പ്ലാൻ ആയിട്ട് നിങ്ങൾ എന്താക്കുകയാണ് ഇവിടെ കണ്ടുവെക്കുക ചെയ്യുന്ന ഒരു സ്കില്ല്. ഇതെപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. മൂന്നാമത്തെ കാര്യം, ഗവൺമെൻറ് ജോബ് നിങ്ങൾക്ക് തരുന്ന വാഗ്ദാനങ്ങൾ അത് കറക്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമുണ്ട്, ഒരു 3 കാര്യങ്ങളാണ് നിങ്ങൾക്ക് തരുന്നതെന്നുള്ളത്. 1 സെക്യൂരിറ്റി, 2 സ്റ്റാറ്റസ്, 3 പെർമിഷൻ ടു പ്രൂവ് യുവർ സെൽഫ്. ഓക്കെ, എനിക്കിതൊക്കെ കിട്ടിയെന്നുള്ള ആ ഒരു ഫീൽ വരിക. ഈ 3 കാര്യങ്ങളാണ്. സോ ഈ 3 കാര്യങ്ങൾ കറക്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക. എക്സാമ്പിളായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ സ്റ്റാറ്റസിന് വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് ജോബിലേക്ക് പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളെ 20s മുഴുവനും ബാക്കിയുള്ള ആൾക്കാരുടെ അഭിപ്രായത്തിനും ബാക്കിയുള്ള ആൾക്കാരെ ഇഷ്ടത്തിനും വേണ്ടിയിട്ട് നിങ്ങൾ വേസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറയുള്ളൂ. നിങ്ങൾക്ക് റിയൽ ആയിട്ട് ഇത് വേണം, ഇത് എനിക്ക് അച്ചീവ് ചെയ്തെടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം അതിലേക്ക് പോകും. സോ ഈ 3 കാര്യങ്ങൾ നിങ്ങളെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. സോ ഈ ഒരു വീഡിയോയിൽ നിന്ന് നിങ്ങൾ കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഞങ്ങൾക്ക് പറഞ്ഞുതരാം. സെക്യൂരിറ്റി അല്ലെങ്കിൽ സേഫ്റ്റി എന്ന് പറയുന്നത് ഒരു വീക്ക്നെസ് ആയിട്ട് നിങ്ങൾ ഒരിക്കലും വിചാരിക്കേണ്ട. സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ജീവിതം വേണമെന്ന് പറഞ്ഞതും ഒരിക്കലും ഒരു മോശമായിട്ടുള്ള കാര്യമല്ല. കാരണം നിങ്ങളെ കളിയാക്കുന്ന ആൾക്കാർ നിങ്ങളെ സിറ്റുവേഷനിൽ അല്ലെങ്കിൽ നിങ്ങളെ സാഹചര്യത്തിൽ നിന്നിട്ടില്ല, അതിനെക്കൊണ്ടാണ്. ബട്ട് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, ഗവൺമെൻറ് ജോബ് അല്ലെങ്കിൽ ഈ ഒരു സെക്യൂർഡ് ആയിട്ടുള്ള ഈ ഒരു ജോബിലേക്ക് നിങ്ങൾ എത്തുന്നത് മറ്റുള്ള ആൾക്കാർ പറയുന്നതും മറ്റുള്ള ആൾക്കാരുടെ സ്റ്റാറ്റസ് നോക്കിയിട്ടും നിങ്ങളെ മുമ്പിലുണ്ടായിരുന്ന ജനറേഷൻ നിങ്ങൾക്ക് പറഞ്ഞു തന്ന കാര്യങ്ങൾ ഓർത്തിട്ട് മാത്രമാണ് നിങ്ങൾ പോകുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് റോങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾക്ക് റിയൽ ആയിട്ട് ഓക്കെ എനിക്ക് ഇത്ര വർഷം കൊണ്ട് ഇങ്ങനത്തെ ഒരു ജോബ് വേണം, സ്റ്റേബിൾ ആയിട്ടുള്ള ലൈഫ് വേണമെന്ന് സ്വയം ആഗ്രഹിച്ച് അതിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ 100% നിങ്ങൾക്ക് കയ്യിൽ കൊടുത്തും കൊണ്ട് അതിനുവേണ്ടി നിങ്ങൾക്ക് എന്താക്കാം, ട്രൈ ചെയ്യാം. സോ നിങ്ങളെ ഫാമിലി പറഞ്ഞിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ മുകളിലത്തെ ജനറേഷൻസ് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർ എന്ത് വിചാരിക്കുന്നുള്ളൊരു സ്റ്റാറ്റസ് നോക്കിയിട്ടാണ് നിങ്ങൾ ഗവൺമെൻറ് ജോബിലേക്ക് പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളെ മുന്നിൽ ഒരുപാട് ക്യൂ, വളരെ കുറവുള്ള ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റീസ് തരുന്ന ഒരുപാട് ഡോറുകൾ മുന്നിലുണ്ട്. നിങ്ങൾ അറിഞ്ഞുകൊണ്ട് കണ്ണടയ്ക്കാമെന്ന് ഞാൻ പറയുള്ളൂ. സോ കണ്ണ് തുറന്ന് നോക്കുക, കണ്ണ് തുറന്ന് കറക്റ്റ് അനലൈസ് ചെയ്യുക, ഏറ്റവും ബെസ്റ്റ് വഴി നിങ്ങൾ കണ്ടെത്തുക. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് നിങ്ങളെ എന്ത് അഭിപ്രായങ്ങൾ വേണമെന്നുണ്ടെങ്കിലും, ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞതിൽ നിങ്ങൾക്ക് യോജിക്കാം, നിങ്ങൾക്ക് യോജിക്കാതിരിക്കാം, എന്തും ചെയ്യാം. നിങ്ങളെ അഭിപ്രായങ്ങൾ ജസ്റ്റ് കമൻ്റ് ആയിട്ട് പറയാം. എല്ലാ ആൾക്കാരും നിങ്ങളെ അഭിപ്രായങ്ങൾ പറയാം. നിങ്ങൾക്ക് അവിടെ ഒരു ഡിസ്കഷനായിട്ട് വേണമെങ്കിൽ മാറ്റാം. സോ ഇതുപോലുള്ള വീഡിയോസ് കിട്ടാൻ വേണ്ടി ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ പറയാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.